ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനോ എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്നുള്ള സബ്ജക്റ്റില് സെക്കൻഡ് മോഡ്യൂളിൽ വരുന്ന പ്രൈസിംഗ് അനാലിസിസ് അതേപോലെ തന്നെ ബെഞ്ച് മാർക്കിംഗ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൈസിംഗ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് നമുക്ക് എത്ര പ്രൈസ് അതിന് കൊടുക്കാം അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് അതുമായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്രൈസിംഗ് അനാലിസിസിൽ വരുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വരാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് സ്ട്രക്ചർ ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു കറക്റ്റ് ഒരു പ്രൈസ്, ഒരു അപ്രോപ്രിയേറ്റ് പ്രൈസ് നമ്മുടെ ഒരു പ്രോഡക്റ്റിനോ അല്ലെങ്കിൽ അതിന്റെ സർവീസിനോ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും അല്ലെ. അതായത് നമുക്കത് മാനുഫാക്ചർ ചെയ്തെടുക്കാൻ തന്നെ എത്ര കോസ്റ്റ് ആവും അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിന് എത്ര കോസ്റ്റ് കൊടുക്കണമെന്ന് വെച്ചാൽ മേക്കിംഗ് കോസ്റ്റ് എത്ര വരും, അതേപോലെ തന്നെ കുറെ ഫിക്സഡ് കോസ്റ്റുകൾ ഉണ്ടാവും, അതുകൂടാതെ വേരിയബിൾ കോസ്റ്റുകൾ പലതും ഉണ്ടാവും. അങ്ങനെ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അതിന് ഇത്ര ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ആവുമ്പോൾ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും, അതിൽ നമുക്ക് കുറെ എണ്ണം ഡാമേജ് വരും. അപ്പോ അത് ചിലപ്പോൾ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കോസ്റ്റ് വരും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു പ്രൈസിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പം അതായത് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരി ചെയ്യാത്ത കുറെ ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ നമുക്ക് റെന്റ്, സാലറി, യൂട്ടിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റോ മെറ്റീരിയൽസിന്റെ കോസ്റ്റിൽ ഡിഫറൻസ് വരാം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് പറയുന്നത്. അപ്പൊ കോസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതാണ്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസിംഗ് അനാലിസിസ് കോമ്പറ്റീറ്റർ പ്രൈസിംഗ്. ഇപ്പൊ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതിന്റെ കോമ്പറ്റീറ്റർ അതേപോലെയുള്ള പ്രൊഡക്റ്റിന് എത്ര പ്രൈസ് ആണ് കൊടുക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത്. ഇപ്പം നമുക്ക് കോമ്പറ്റീറ്ററിന്റെ എമൗണ്ടിനേക്കാൾ കൂട്ടിയും വെക്കാം കുറച്ചും വെക്കാം. ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല, ഒരു കോമൺ ആയിട്ട് വരും. പക്ഷെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രൊഡക്റ്റിന് നമ്മുടേതായിട്ടുള്ള യുണീക്നെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് എത്ര പ്രൈസ് വേണമെങ്കിലും വെക്കാം. പക്ഷെ അവിടെയും നമ്മളുടെ കോമ്പറ്റീറ്ററുമായിട്ട് നമുക്ക് എപ്പോഴും അത് ഒരു കോമ്പറ്റീറ്റീവ് ബെഞ്ച് മാർക്കിംഗ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ പിന്നെ ചിലത് മാർക്കറ്റ് ഒരു സാച്ചുറേഷൻ ഉണ്ടാവും. അപ്പോ നമുക്ക് ഈ പറഞ്ഞ പോലെ അഗ്രസീവ് ആയിട്ട് നമുക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ ചില ഇതിൽ പറ്റില്ല. പിന്നെ നമ്മുടെ പ്രീമിയം ചോയ്സ് ആയിട്ട് നമുക്ക് ഇപ്പൊ നമുക്കറിയാം ഒരു 5 രൂപയ്ക്ക് കിട്ടുന്ന സാധനം തന്നെ 25 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടും, ഒരേ സാധനം. പക്ഷെ അതിനകത്ത് ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവും, പിന്നെ അതിന്റെ ബ്രാൻഡിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രീമിയം പ്രൈസിലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ എപ്പോഴും കോമ്പറ്റീറ്ററിന്റെ പ്രൈസിംഗും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൈസിംഗ് അനാലിസിസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കസ്റ്റമർ വില്ലിംഗ്നെസ് ടു പേ. അതായത് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ എന്തോ ആവട്ടെ, നമ്മളിപ്പോ ഒരു സാധനത്തിന് 100 റുപ്പീസ് ചാർജ് ചെയ്യണു എന്ന് പറഞ്ഞാൽ കസ്റ്റമർ 100 റുപ്പീസ് കൊടുത്തിട്ട് ഇത് വാങ്ങിക്കാൻ കസ്റ്റമർ വില്ലിംഗ് ആവുമോ എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പം ബഡ്ജറ്റ് ഷോപ്പേഴ്സ് ഉണ്ട്, ലക്ഷറി കസ്റ്റമേഴ്സ് ഉണ്ട്. ബഡ്ജറ്റ് ഷോപ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച്, അതായത് എത്ര രൂപയാണെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കില്ല. ലക്ഷറി കൺസ്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് പ്രൈസ് ഒരു പ്രശ്നമല്ല, അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വാങ്ങിക്കും. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് എത്ര പ്രൈസിൽ കൊടുക്കണമെന്ന് നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് മാർക്കറ്റ് കണ്ടീഷൻസ്. കാരണം എക്കണോമിക് എൻവയോൺമെന്റും അതുപോലെ തന്നെ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ ഒക്കെ ഈ പറഞ്ഞ പ്രൈസിങ്ങിനെ അഫക്ട് ചെയ്യും. ലൈക്ക് ഇപ്പോ എന്തെങ്കിലും ഇൻഫ്ലേഷൻ വന്നു, അല്ലെങ്കിൽ കൺസ്യൂമർ സ്പെൻഡിങ് പവർ ഇല്ലാതെ, അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സും കൂടെ അതിനകത്ത് വരും. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു എന്താ പറയാ ഒരു സിറ്റിയില് ഒരു ഹൈ ക്ലാസ് സിറ്റിയിലൊക്കെ നമ്മൾ ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസിനോ നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ് നമുക്കൊരു റൂറൽ ടൗണിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ നമുക്ക് അത് അങ്ങനെ അതേ കോസ്റ്റിൽ നമുക്ക് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റുകളോ സർവീസോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഈ നമ്മൾ പറയുന്ന എമൗണ്ടിൽ ഇത് കൺസ്യൂം ചെയ്യാൻ ചിലപ്പോ ആ ഒരു ലൊക്കാലിറ്റിയിലെ അല്ലെങ്കിൽ ആ ഒരു ജോഗ്രഫിക്കൽ കണ്ടീഷനിലെ ആളുകൾ ചിലപ്പോൾ തയ്യാറായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഈ ഒരു പ്രൈസിങ് പറയുന്നത്.
ഇനി ഇതിൽ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നതാണ്. അതായത് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഒരു സർവീസ് ആയിക്കോട്ടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ, അതിനെയാണ് നമ്മൾ അതിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജില് രണ്ട് തരത്തില് ഇതിന്റെ പ്രൈസിങ്, ഒന്ന് പെനിട്രേഷൻ പ്രൈസിങ് എന്ന് പറയും, അതായത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് മാർക്കറ്റിലേക്ക് എത്തുക. ഓക്കെ. രണ്ടാമത്തത് സ്കിമ്മിങ് പ്രൈസിങ് ആണ്, അതായത് നല്ലോണം ഹൈ എമൗണ്ട് വെച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് വാങ്ങിക്കുന്നവരിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ആദ്യം ഉണ്ടാക്കും. അതായത് ഇപ്പോ നമ്മളൊരു 100 രൂപയ്ക്ക് ഒരു സാധനം നമ്മൾ വിൽക്കുന്നു, 100 രൂപയ്ക്ക് ഒരു സാധനം വിറ്റ് കഴിഞ്ഞാല് അത് ഒരു 1000 പേര് വാങ്ങിക്കാണ് ഫസ്റ്റ് മന്ത് തന്നെ എന്ന് പറയുമ്പോൾ കൂടുതൽ പേരിലേക്ക് എത്തും, വില കുറച്ച് വെച്ചു. പക്ഷെ ആ 100 രൂപയുടെ സാധനം തന്നെ നമ്മളൊരു 300 രൂപ അല്ലെങ്കിൽ 400 രൂപയ്ക്ക് കൊടുത്താൽ ചിലപ്പോൾ ഈ 1000 പേര് വാങ്ങിച്ചോളണമെന്നില്ല. പക്ഷെ അവിടെ ചിലപ്പോൾ നമുക്ക് കൂടുതൽ എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അങ്ങനെ പെനിട്രേഷൻ പ്രൈസിങ് അല്ലെങ്കിൽ സ്കിമ്മിങ് പ്രൈസിങ് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും സാധാരണ യൂസ് ചെയ്യുന്നത്. ഇനി ഗ്രോത്ത് സ്റ്റേജ് വന്നു കഴിഞ്ഞാല് നമുക്ക് അവിടെ, അതായത് ഒരു നമ്മുടെ പ്രോഡക്റ്റ് ഒരു ട്രാക്ഷനിൽ എത്തിക്കഴിഞ്ഞാല് പ്രൈസ് ഒരു സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും. ഓക്കെ. അപ്പൊ അവിടെ പിന്നെ മാക്സിമം പ്രോഫിറ്റിലേക്കായിരിക്കും അത് ബിസിനസ്സുകാർ അതിനെ ചിന്തിക്കുന്നത്. പിന്നെ ഒരു മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്, മെച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റ് വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ചിലപ്പോ പ്രൈസ് ലേ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഈവൻ ഒന്ന് ഡിക്രീസ് ചെയ്യാനോ, കാരണം എന്ന് വെച്ചാൽ കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും. ഡിക്ലൈൻ സ്റ്റേജിൽ, അതായത് ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു കാലാവധി കഴിഞ്ഞു, ഇനിയിപ്പോ മാർക്കറ്റിൽ ഇതിന് കാര്യമായിട്ട് ഒരു ഇതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൈസ് കുറയ്ക്കുക, ഡിസ്കൗണ്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫേഴ്സ് ഒക്കെ കൊടുക്കുക എന്നുള്ള രീതിയിലും ചെയ്യും. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ഫീച്ചേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ കൊണ്ടുവരുന്നതിനാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഓൾറെഡി കൊടുക്കുന്ന പ്രൊഡക്റ്റോ സർവീസോ നമ്മളും കൊടുത്തിട്ട് എന്താണ് കാര്യം, നമുക്കും ബിസിനസ് വരും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും കൺസ്യൂം ചെയ്യും. പക്ഷെ എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് ഒരു കസ്റ്റമറിന്, ഒരു കൺസ്യൂമറിന് ചിന്തിക്കാൻ തരത്തില് നമുക്ക് എന്തെങ്കിലും അതിലൊരു യുണീക്നെസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയിൽ പറയുന്നത്. ഇപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് യുണീക്ക് ആയിട്ട് നമ്മുടെ ഒരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, സർവീസ് ആണെന്ന് പറഞ്ഞാൽ പ്രീമിയം പ്രൈസിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. കാരണം ഇത് വേറെ ഒരാളും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞ ആ ഒരു പ്രൈസിന് ഇത് കൺസ്യൂം ചെയ്യാൻ ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്കൊരു നല്ല ബ്രാൻഡ് ലോയലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റ് അത്രയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു, ഇത് വേറെ മാർക്കറ്റിൽ ഇത് അവൈലബിൾ അല്ല, അപ്പൊ നമ്മൾ അതിന് പുറകിൽ അത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. അത് നല്ലൊരു ബ്രാൻഡ് ലോയൽറ്റി ബിൽഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ. പിന്നെ നമുക്ക് അത്രയും യുണീക്ക് ആവുന്ന സമയത്ത് പ്രൈസിലും നമുക്ക് ആ ഒരു എന്താ പറയാ, എങ്ങനെ നമുക്ക് ആ ഒരു പ്രൈസിങ് നമ്മൾ ഡിസൈഡ് ചെയ്യണം എന്നുള്ളതിലൊക്കെ നമുക്ക് കുറെ കൂടെ ഡിസിഷൻ എടുക്കുമ്പോൾ ആ പ്രൈസിങ് അനാലിസിസ് കുറെ കൂടെ ഈസി ആവുകയും ചെയ്യും. ഓക്കെ. പിന്നത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ലെവല് കുറവായിരിക്കും. കാരണം എന്താണ്, നമ്മുടെ കോമ്പറ്റീറ്ററിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സിലാണ് നമ്മൾ പ്രൊഡക്റ്റോ സർവീസോ മാർക്കറ്റിൽ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ കോമ്പറ്റീഷന്റെ ആവശ്യമേ വരില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിഫറൻസിയേഷൻ സ്ട്രാറ്റജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള പോയിന്റ്സ് വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നതാണ്. അപ്പൊ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നതും ബിസിനസ്സിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അതായത് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ പ്രോസസ്സുകൾ, നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലീഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അത് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ലീഡേഴ്സ് ആവാം. അപ്പൊ ആ ഒരു കമ്പാരിസനെയാണ് ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്കിങ്ങിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെർഫോമൻസ് മെഷർ ചെയ്യാം, നമ്മളുടെ ബെസ്റ്റ് പ്രാക്ടീസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബെഞ്ച് മാർക്കിംഗ് നമുക്ക് എത്ര മോസ്റ്റ് എഫക്റ്റീവ്, നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡിസിഷൻ മേക്കിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്രയുണ്ട് കാര്യങ്ങൾ, കാരണം ഇറ്റ് ഈസ് എ കമ്പാരിസൺ വിത്ത് ദ പെർഫോമൻസ് അല്ലെ, വിത്ത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ടോപ്പിക്സും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്.
ഇനി നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.